ദൈവനാമത്തിന് മഹത്വം കരയറ്റുന്നു. രണ്ടാഴ്ചക്കാലത്തിന് ശേഷം വീണ്ടും ദൈവത്തിന്റെ വചനം പഠിക്കുവാൻ തക്കോണം ഈ രാത്രികാലം ദൈവം നമ്മെ സഹായിച്ചല്ലോ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 12-ാം അധ്യായത്തിൽ നിന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഈ ലേഖനത്തിലെ 3-ാമത്തെ വിഷയം 7 മുതൽ 16 വരെയുള്ള അധ്യായങ്ങൾ കൊരിന്ത്യർ അപ്പോസ്തലനായ പൗലോസിന് എഴുതിയ എഴുത്തിന്റെ മറുപടിയാണ് ഈ അധ്യായങ്ങളിൽ നാം കാണുന്നത്. അതിൽ 4-ാമത്തെ വിഷയമാണ് നമ്മൾ ചിന്തിക്കുന്നത്. 12 മുതൽ 14 വരെയുള്ള അധ്യായങ്ങൾ ആത്മിക വരങ്ങളും അതിനോടനുബന്ധിച്ച പ്രശ്നങ്ങളും എന്ന വിഷയം. അതിലിപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് 12-ാമത്തെ അധ്യായമാണ്. അപ്പോസ്തലനായ പൗലോസ് കൃപാവരങ്ങൾ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നു. അതിനെ നമ്മൾ 3ആയിട്ട് വിഭാഗിച്ച് പഠിക്കുകയായിരുന്നു. 1-ാമത്തെ ഭാഗം, അതിന്റെ 1 മുതൽ 3 വരെയുള്ള വേദഭാഗങ്ങൾ ആത്മാവിനെ വിവേചിക്കുന്ന മാനദണ്ഡം. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ അത് ചിന്തിച്ചു. അതിന്റെ 2-ാമത്തെ ഭാഗം 4 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ കൃപാവരങ്ങളുടെ വൈരുദ്ധ്യം. 2-ാമത്തെ ക്ലാസ്സിൽ നാം അത് ചിന്തിച്ചു. 3-ാമത്തെ ഭാഗം അതിന്റെ 12 മുതൽ 27 വരെയുള്ള വാക്യങ്ങളാണ് ഏക ശരീരവും വിവിധ അവയവങ്ങളും. ഈ ഭാഗത്തെ നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്ത് വീണ്ടും പഠിക്കുക. അതിന്റെ ആദ്യ ഭാഗം 12-13 വേദഭാഗങ്ങൾ ആത്മാവിലുള്ള സ്നാനം. അതാണ് നമ്മൾ 3-ാമത്തെ ക്ലാസ്സിൽ പഠിച്ചത്. 2-ാം ഭാഗം 14 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ അവയവങ്ങളുടെ വൈവിധ്യം. ഈ ഭാഗം നാം ഇന്ന് പഠിക്കും. അതോടൊപ്പം അതിന്റെ 3-ാമത്തെ ഭാഗം 27 മുതൽ 31 വരെയുള്ള വേദഭാഗങ്ങളിൽ 27, 28 വാക്യങ്ങളുടെ ഭാഗികമായിട്ടും നമ്മൾ ഈ രാത്രികാലം ചിന്തിക്കും. ശുശ്രൂഷക വൃന്ദവും കൃപാവരങ്ങളും എന്ന വിഷയവും. ഈ രാത്രികാലം നമ്മൾ ചിന്തിക്കുന്നത് 1 Corinthians chapter 12 verse 14 to 28. അതിന്റെ 14-ാമത്തെ വാക്യം. ശരീരം ഒരു അവയവമല്ല, പലതത്രേ. ശരീരം ഒരു അവയവമല്ല, പലതത്രേ. നാനാത്വത്തിൽ ഏകത്വം എന്നൊരു പ്രയോഗം ഇന്ത്യയെക്കുറിച്ച് അഭിമാനത്തോട് നമ്മൾ പറയാറുണ്ടായിരുന്നു. ഇപ്പോഴെങ്ങനെയാണെന്ന് അറിയത്തില്ല, പണ്ടൊക്കെ നമ്മൾ പറയുമായിരുന്നു. അതുപോലെ സഭയിലെ വൈവിധ്യത്തിന്റെ ഏകത്വം തെളിയിക്കുവാൻ തക്കവണ്ണം പൗലോസ് 4 ന്യായങ്ങൾ ഈ ഭാഗത്തിൽ പറയുന്നു. അതിന്റെ 1-ാമത്തെ ന്യായമാണ്, ആദ്യത്തെ ന്യായമാണ് ഈ വാക്യങ്ങൾ നമ്മൾ കാണുന്നത്. ശരീരം ഒരവയവമല്ല, പലതത്രേ. ആദ്യ ന്യായം, എല്ലാ അവയവങ്ങൾക്കും അതതിന്റെ ധർമ്മം നിർവഹിക്കുന്നതിൽ സംതൃപ്തരായിരിക്കണം. ഓരോ അവയവവും അതതിന്റെ ധർമ്മം നിർവഹിക്കുന്നതിൽ അവർ സംതൃപ്തരായിരിക്കണമെന്നതാണ്. വിവിധ അവയവങ്ങൾ എന്നത് ശരീരത്തിന്റെ പ്രത്യേകതയാണ്. ഒരവയവവും ശരീരമല്ല. ഒരു ശരീരത്തിൽ പല അവയവങ്ങളുണ്ട്. അതാണ് നമ്മൾ വായിച്ചത്. ശരീരം ഒരു അവയവമല്ല, പലതത്രേ. 15-ാം വാക്യം. ഞാൻ കൈ അല്ലായകൊണ്ട് ശരീരത്തിനുള്ളതല്ല എന്ന് കാൽ പറയുന്നുവെങ്കിൽ അതിനാൽ അത് ശരീരത്തിലുള്ളതല്ല എന്ന് വരികയില്ല. ഞാൻ കൈ അല്ലായക കൊണ്ട് ശരീരത്തിലുള്ളതല്ല എന്ന് കാൽ പറയുന്നുവെങ്കിൽ അതിനാൽ അത് ശരീരത്തിലുള്ളതല്ല എന്ന് വരികയില്ല. സ്തോത്രം. 16-ാം വാക്യം. ഞാൻ കണ്ണ് അല്ലായകൊണ്ട് ശരീരത്തിലുള്ളതല്ല എന്ന് ചെവി പറയുന്നുവെങ്കിൽ അതിനാൽ അത് ശരീരത്തിലുള്ളതല്ല എന്നും വരികയില്ല. അതുപോലെ തന്നെ ഞാൻ കണ്ണല്ലായക കൊണ്ട് ശരീരത്തിലുള്ളതല്ല എന്ന്
ചെവി പറയുന്നുവെങ്കിൽ അതിനാൽ അത് ശരീരത്തിലുള്ളതല്ല എന്നും വരികയില്ല. ഇവിടെ കൈ, കാൽ, കണ്ണ്, ചെവി, ഈ ഓരോ അവയവവും ശരീരഭാഗമാണ്. അവയ്ക്ക് ഓരോന്നിനും വ്യത്യസ്തമായിട്ടുള്ള ജോലിയാണ് അത് ഓരോരുത്തരും നിർവഹിക്കുന്നത്, ഓരോ അവയവങ്ങളും നിർവഹിക്കുന്നത്. ഒരവയവത്തിന് മറ്റൊരവയവം ചെയ്യുന്ന ജോലി നിർവഹിക്കുവാൻ തക്കവണ്ണം സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഒരവയവം ശരീരത്തിന്റെ ഭാഗമല്ലാതായി തീരുന്നില്ല. കൈ അല്ലാത്തത് കൊണ്ട് കാൽ ശരീരഭാഗമല്ലാതായിരിക്കുന്നില്ല. കണ്ണല്ലാത്തത് കൊണ്ട് ചെവിയും. ദൈവസഭയോടുള്ള ബന്ധത്തിൽ പാസ്റ്റർ അല്ലാത്തത് കൊണ്ട് എൽഡറും, എൽഡർ അല്ലാത്തത് കൊണ്ട് ഡീക്കനും, ഡീക്കൻ അല്ലാത്തത് കൊണ്ട് വിശ്വാസിയും സഭയുടെ ഭാഗമല്ലാതിരിക്കുന്നില്ല. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള റോളുകളുണ്ട് ദൈവസഭയിൽ. മറ്റുള്ളവർക്കുള്ള ചില കൃപാവരങ്ങൾ തനിക്കില്ലാത്തത് കൊണ്ട് സഭയിൽ തനിക്കൊരു ശുശ്രൂഷയുമില്ല എന്നാരും കരുതരുത്. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ശുശ്രൂഷകളുണ്ട്. ഓരോ റോളുണ്ട് ഓരോരുത്തർക്കും. അത് പാസ്റ്റർ ആയിക്കൊള്ളട്ടെ, എൽഡർ ആയിക്കൊള്ളട്ടെ, ഡീക്കൻ ആയിക്കൊള്ളട്ടെ, വിശ്വാസി ആയിക്കൊള്ളട്ടെ, ഓരോരുത്തർക്കും ഓരോ ഉത്തരവാദിത്തങ്ങൾ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നു ദൈവസഭയോടുള്ള ബന്ധത്തിൽ. ഇവിടെ കൃപാവരത്തിന്റെ വലിപ്പച്ചെറുപ്പം നോക്കിയിട്ടല്ല സഭയാം ശരീരത്തിന്റെ ഒരു ഭാഗമാണോ എന്ന് തീരുമാനിക്കേണ്ടത്. എല്ലാവർക്കും ഓരോ റോള് ദൈവം കൊടുത്തിട്ടുണ്ട് ദൈവസഭയോടുള്ള ബന്ധത്തിൽ. അതൊരു പക്ഷെ പായിടുന്ന ജോലിയാകാം, കസേര എടുക്കുന്ന ജോലിയാകാം, ആൾക്കാരെ കൊണ്ടുവരുന്ന ജോലിയാകാം, ഫോൺ വിളിക്കുന്ന ജോലിയാകാം, പ്രാർത്ഥിക്കുന്ന ജോലിയാകാം, പ്രസംഗിക്കുന്ന ജോലിയാകാം, പാട്ടുപാടുന്ന ജോലിയാകാം, എന്തുമാകാം. ഓരോരുത്തർക്കും ഓരോ റോള് ദൈവസഭയിൽ കൊടുത്തിട്ടുണ്ട്. 17-ാം വാക്യം. ശരീരം മുഴുവൻ കണ്ണായാൽ ശ്രവണം എവിടെ? മുഴുവൻ ശ്രവണം ആയാൽ ഘ്രാണം എവിടെ? ശരീരം മുഴുവൻ കണ്ണായാൽ ശ്രവണം എവിടെ? മുഴുവൻ ശ്രവണമായാൽ ഘ്രാണം എവിടെ? ഇവിടെ കണ്ണും ചെവിയും അത് പ്രധാനപ്പെട്ട ശരീരത്തിന്റെ ഭാഗങ്ങളാണെങ്കിലും അവയിൽ ഒന്ന് മാത്രമേ ശരീരത്തിലുള്ളുവെങ്കിൽ ശരീരം പ്രവർത്തനരഹിതമായി തീരും. എല്ലാം പാസ്റ്റർമാരാണെങ്കിൽ അവരാരെ ശുശ്രൂഷിക്കും? എല്ലാം വിശ്വാസികളാണെങ്കിൽ അവരെ ആര് ശുശ്രൂഷിക്കും? ദൈവത്തിന് സ്തോത്രം. അപ്പം ശരീരത്തിലെ എല്ലാ അവയവങ്ങളും ഐക്യതയോടുകൂടെ പ്രവർത്തിക്കുമ്പോഴാണ് ശരീരം ആരോഗ്യകരമായിട്ട് നിൽക്കുന്നത്. അതുപോലെ സഭയിലെ എല്ലാ അംഗങ്ങളും പ്രവചിക്കുന്നുവെങ്കിൽ അല്ലെങ്കിൽ വീര്യപ്രവൃത്തികൾ ചെയ്യുന്നുവെങ്കിൽ മറ്റു കൃപാവരങ്ങൾക്ക് സ്ഥാനമില്ലാതെ വരും. എല്ലാവരും സഭയെ പ്രവചിക്കുന്നവരാ, അല്ലെങ്കിൽ എല്ലാവരും വീര്യപ്രവർത്തികൾ ചെയ്യുന്നവരാ, അങ്ങനെ ഒരു കൂട്ടർ മാത്രമേ ഉള്ളൂവെങ്കിൽ മറ്റു കൃപാവരങ്ങൾക്ക് അവിടെ സ്ഥാനമില്ലാതായി തീരും. അതിന്റെ 18-ാമത്തെ വാക്യം. ദൈവമോ തന്റെ ഇഷ്ടപ്രകാരം അവയവങ്ങളെ ശരീരത്തിൽ വെവ്വേറെയായി വെച്ചിരിക്കുന്നു. ദൈവമോ തന്റെ ഇഷ്ടപ്രകാരം അവയവങ്ങളെ ശരീരത്തിൽ വെവ്വേറെയായി വെച്ചിരിക്കുന്നു. നമ്മൾ ചിന്തിക്കുന്നത് സഭയിലെ വൈവിധ്യത്തിന്റെ ഏകത്വം തെളിയിക്കുവാൻ തക്കവണ്ണം അപ്പോസ്തലനായ പൗലോസ് 4 ന്യായങ്ങൾ പറയുന്നു.
അതിൽ രണ്ടാമത്തെ ന്യായം ഇവിടെ കാണാം. ശരീരത്തിൽ അവയവം ഓരോന്നും ഇരിക്കുന്ന സ്ഥാനം, അത് അനുഷ്ഠിക്കുന്ന ധർമ്മമനുസരിച്ച് സൃഷ്ടിയിൽ തന്നെ ദൈവം നിയമിച്ചതാ. അത് മാറ്റിവെക്കാൻ പറ്റുകയില്ല. കണ്ണിരിക്കേണ്ട സ്ഥാനത്തെ അത് ഇരിക്കാൻ പറ്റുള്ളൂ, മൂക്കിരിക്കുന്ന സ്ഥാനത്തെ അത് ഇരിക്കാൻ പറ്റുള്ളൂ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റില്ല എന്ന്. അത് ദൈവം നിയമിച്ചതാണ്. ദൈവമോ തന്റെ ഇഷ്ടപ്രകാരം അവയവങ്ങളെ ശരീരത്തിൽ വെവ്വേറെയായി വെച്ചിരിക്കുന്നു. സഭയിലും അങ്ങനെ തന്നെയാ. ഓരോ വ്യക്തികൾക്കും വിവിധ തരത്തിലുള്ള കൃപാവരങ്ങൾ കൊടുത്തത് ദൈവമാണ്. കൃപാവരങ്ങളുടെ വൈരുദ്ധ്യം എന്ന് പറയുന്നത് അത് ദൈവത്താൽ സംഭവിച്ചതാണ്. സ്തോത്രം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി പറയാം ഇതോടുള്ള ബന്ധത്തിൽ. ഒരുവന് ലഭിച്ച കൃപാവര ശുശ്രൂഷ വെളിപ്പെടേണ്ടത് ദൈവസഭയ്ക്കാണ്, സ്വയമല്ല. ഇതിൽ കൂടെ ഞാൻ പറയുന്നു, ഒരുവന് ലഭിച്ച കൃപാവര ശുശ്രൂഷ വെളിപ്പെടേണ്ടത് ദൈവസഭയ്ക്കാണ്, അത് സ്വയമല്ല. സ്വയമായിട്ട് അങ്ങ് തോന്നുക, എനിക്കെന്താ ഒരു പാസ്റ്ററായാൽ. സഭ അതിനെ അനുകൂലിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ പുറത്തുപോയി അങ്ങ് ഓർഡിനേഷൻ എടുക്കും. അങ്ങനെ സ്വയം അവരോധിത പാസ്റ്ററാകും. എപ്പിസ്കോപ്പൽ സഭയിൽ അത് നടക്കുകയില്ല. ഈ പെന്തക്കോസ്ത് സഭകളിൽ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ വാളെടുത്തവനെല്ലാം വെളിച്ചപ്പാടെന്നുള്ള രീതിയിൽ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ദൈവസഭയ്ക്ക് തന്റെ ശുശ്രൂഷ വെളിപ്പെട്ടില്ല എങ്കിൽ, അവർ അംഗീകരിച്ചില്ലെങ്കിൽ പുറത്തുപോയി സ്വയമായിട്ടങ്ങ് ശുശ്രൂഷകൾ ഏറ്റെടുക്കും. ഇവർ ഓർഡിനേഷൻ എടുത്തു കഴിയുമ്പോൾ അടുത്ത പ്രശ്നം, ശുശ്രൂഷിപ്പാൻ ആടുകൾ എവിടെ? ഇനി തട്ടിക്കൂട്ടി ഒരു സഭ ഉണ്ടാക്കിയാലും തന്റെ ശുശ്രൂഷ പരാജയപ്പെടും. കാരണം പരിചയമില്ലാത്ത ആടുകളും ഇടയനുമാ. There is no ownership. രണ്ട് കാര്യങ്ങൾ സംഭവിക്കാം ആത്യന്തികമായിട്ട്. ഒന്നുകിൽ ആടുകൾ ഇടയനെ കുത്തിക്കൊല്ലും, അല്ലെങ്കിൽ ഇടയൻ ആടുകളെ തല്ലിക്കൊല്ലും. രണ്ടായാലും സഭ അധികകാലം പോകുകയില്ല. കൃപാവരങ്ങളുടെ വൈരുദ്ധ്യം ദൈവത്താൽ സംഭവിച്ചതാണ്. ആ ശുശ്രൂഷകൾ വെളിപ്പെടേണ്ടത് ദൈവസഭയ്ക്കാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. 19-ാം വാക്യം. സകലവും ഒരു അവയവമെങ്കിൽ ശരീരം എവിടെ? സകലവും ഒരവയവമെങ്കിൽ ശരീരം എവിടെ? 17-ാം വാക്യത്തിലെ ആശയം വേറൊരു നിലയിൽ ഇവിടെ പറഞ്ഞിരിക്കുക. 17-ാം വാക്യം ഒന്ന് വായിച്ചോട്ടെ. ശരീരം മുഴുവൻ കണ്ണായാൽ ശ്രവണം എവിടെ? മുഴുവൻ ശ്രവണം ആയാൽ പ്രാണം എവിടെ? അത് ഈ ആശയം വേറൊരു നിലയിൽ ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്. സകലവും ഒരു അവയവമെങ്കിൽ ശരീരം എവിടെ? 20-ാം വാക്യം. എന്നാൽ അവയവങ്ങൾ പലതെങ്കിലും ശരീരം ഒന്നു തന്നെ. എന്നാൽ അവയവങ്ങൾ പലതെങ്കിലും ശരീരം ഒന്ന് തന്നെ. 12-ാം വാക്യം, ആ വാക്യത്തിലെ ആശയം വീണ്ടും ഇവിടെ ആവർത്തിക്കുന്നു. 12-ാം വാക്യം ഒന്ന് വായിച്ചാട്ട്. ശരീരം ഒന്നും അതിന് അവയവം പലതും. ശരീരത്തിന്റെ അവയവം പലതായിരിക്കെ എല്ലാം ഒരു ശരീരവും ആയിരിക്കുന്നത് പോലെയാകുന്നു ക്രിസ്തുവും. ആമേൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ച കാര്യമാണ്.
ആ വാക്യത്തിലെ ആശയം ഇവിടെ വീണ്ടും ആവർത്തിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ സഭ ഐക്യം എല്ലാവരും കൂടി ചേർന്ന് ഐക്യവ. ഇത് കുറച്ചു പേരുടെ പരിപാടിയല്ല. ദൈവത്തിന് സ്തോത്രം. 21 വാക്യം. കണ്ണിന് കൈയോട് നിന്നെ കൊണ്ട് എനിക്ക് ആവശ്യമില്ല എന്നും തലയ്ക്ക് കാലുകളോട് നിങ്ങളെ കൊണ്ട് എനിക്ക് ആവശ്യമില്ല എന്നും പറഞ്ഞുകൂടാ. സ്തോത്രം. കണ്ണിന് കൈയോട് നിന്നെ കൊണ്ട് എനിക്ക് ആവശ്യമില്ല എന്നും തലയ്ക്ക് കാലുകളോട് നിങ്ങളെ കൊണ്ട് എനിക്ക് ആവശ്യമില്ല എന്നും പറഞ്ഞുകൂടാ. ഇതുവരെ തങ്ങൾ ഉയർന്നതല്ലായികയാൽ അമർഷം പ്രകടിപ്പിക്കുന്ന താണ അവയവങ്ങളെ കുറിച്ച് പറഞ്ഞു ഇതുവരെയും. ഇവിടെ ഈ വാക്യത്തിൽ താണവയെ പുച്ഛത്തോടെ നോക്കുന്ന ഉയർന്ന അവയവങ്ങളെ കുറിച്ച് പറയുന്നു. നമ്മൾ ചിന്തിക്കുന്നത് സഭയിലെ വൈരുദ്ധ്യത്തിന്റെ ഏകത്വം തെളിയിക്കുവാൻ തക്കവണ്ണം പൗലോസ് 4 ന്യായങ്ങൾ പറയുന്നു. അതിൽ മൂന്നാം ന്യായം അത് അവയവങ്ങളുടെ പരസ്പരാശ്രയ ഭാവമാണ്. സ്തോത്രം. ആത്മീയമായിട്ട് ചിന്തിക്കുമ്പോൾ ഭാഷാവരമുള്ളവൻ പ്രവചനവരമുള്ളവനെ അവഗണിക്കരുത്. അതുപോലെ മറിച്ചു ഏതെങ്കിലും ഒരു വരം ലഭിച്ചവന് മറ്റു വരങ്ങൾ ലഭിച്ച ആളുകളുടെ കൂട്ടായ്മ ആവശ്യമാണ്. അതവർക്ക് അനിവാര്യമാണ്. എനിക്കൊരു വരം ലഭിച്ച് ഞാൻ അതുകൊണ്ടങ്ങ് പോവാ, എനിക്കത് മതി, പറ്റില്ല. എല്ലാ വരങ്ങളും കൂടി ഒരാൾക്ക് ദൈവം കൊടുക്കുകയല്ല. അതായി ശരീരത്തിന്റെ എക്സാമ്പിൾ ദൈവം പറഞ്ഞിരിക്കുന്നത്, ശരീരവും അവയവങ്ങളും. ഏതെങ്കിലും ഒരു വരം ലഭിച്ചവന് മറ്റു വരങ്ങൾ ലഭിച്ചവരുടെ കൂട്ടായ്മ അനിവാര്യമാണ്. സ്തോത്രം. 22 വാക്യം. ശരീരത്തിൽ ബലം കുറഞ്ഞവ എന്ന് തോന്നുന്ന അവയവങ്ങൾ തന്നെ ആവശ്യമുള്ളവയാകുന്നു. ശരീരത്തിൽ ബലം കുറഞ്ഞവ എന്ന് തോന്നുന്ന അവയവങ്ങൾ തന്നെ ആവശ്യമുള്ളതാകുന്നു. നമ്മുടെ കയ്യിലെ 5 വിരലുകൾ ഒന്ന് നോക്കിക്കേ. ഓരോ വിരലും നമ്മൾ ഓരോ കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാറില്ലേ? നമ്മൾ ഡോക്യുമെന്റ് ഒക്കെ സൈൻ ചെയ്യാനും ഒക്കെ പോകുമ്പോൾ അവിടെ അധികാരികള് എടുക്കുന്ന ഇംപ്രഷൻ ഏതിന്റെയാ? തമ്പ് ഇംപ്രഷനാ. നമ്മൾ തള്ളവിരൽ എന്ന് പറയും അല്ലേ? രണ്ടാമത്തേത് ചൂണ്ടുവിരൽ എന്ന് പറയും. ഈ ഒളിമ്പിക്സിനൊക്കെ പോകുന്ന പറഞ്ഞേ നിങ്ങള് ഷൂട്ടിംഗ് ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ, ഗണ്ണ് ട്രിഗർ ചെയ്യുന്നത്. സ്തോത്രം. സ്തോത്രം. തരം ബ്രദർ ഓഡിയോ ഓഫ് ചെയ്യൂ. രണ്ടാമത്തെ വിരൽ ചൂണ്ടുവിരൽ. ഞാൻ പറഞ്ഞു ഗണ്ണൊക്കെ ട്രിഗർ ചെയ്യുന്ന സമയത്ത് ഉന്നം നോക്കിയിട്ട് കണ്ണിൽ കൂടി ആ ടാർഗറ്റ് നോക്കിക്കൊണ്ട് നമ്മൾ ആ ചൂണ്ടുവിരൽ വെച്ചിട്ട് ട്രിഗർ ചെയ്യുന്ന ആ സമയം എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ്. ആ ടൈം എന്ന് പറയുന്നത്, ഞാൻ NCC ഉണ്ടായിരുന്നു, ഞാൻ ഷൂട്ടിങ്ങിന് പോയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞു ആ സമയം എന്ന് പറയുന്നത് ആ സെക്കൻഡുകൾക്കുള്ളിൽ നമ്മൾ ട്രിഗർ ചെയ്തില്ലെങ്കിൽ നമ്മുടെ വിരലുകൾ ഏറ്റവും കൂടുതൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു വിരലാണിത്, ചൂണ്ടുവിരൽ. മൂന്നാമത്തേത് നമ്മുടെ നടുവിരൽ അല്ലേ? നമ്മൾ പലപ്പോഴും ഈ ക്യാരംസ് ഒക്കെ കളിക്കുന്ന യൂസ് ചെയ്യുന്ന വിരൽ ഏതാ?
ഏറ്റവും നീളമുള്ള വിരല അല്ലേ? നമുക്ക് നല്ല പവർഫുൾ ആയിട്ട് അടിക്കാൻ പറ്റുന്ന ഒരു വിരല അത്. പണ്ടൊക്കെ സ്കൂൾ അവധിയായി കഴിയുന്നുണ്ടെങ്കിൽ ഗോലി കളിക്കുമായിരുന്നല്ലോ അല്ലേ? പ്രായമുള്ളവർക്കറിയാം. അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഏതായിരുന്നു? ഈ നടുവിരൽ വെച്ചിട്ടല്ലേ അടിക്കുന്നത്? പട്ട് കളിക്കുക എന്ന് പറയും അല്ലേ? ഇനി നാലാമത്തെ വിരൽ ഏതാണ്? മോതിര വിരൽ എന്ന് പറയും അല്ലേ? അതിനെ മോതിരമൊക്കെ ഇട്ട് ഇങ്ങനെ അലങ്കരിച്ച് ഇരിക്കുകയാണ്. സ്തോത്രം. അഞ്ചാമത്തെ വിരൽ ഏറ്റവും ബലഹീനമായ വിരല അല്ലേ? പക്ഷേ നമ്മുടെ ഈ ചെവി ഒന്ന് ചൊറിയണമെങ്കിലേ ഏത് വിരലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? നമ്മൾ നേരെ ഇങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അല്ലേ? ആ, വേറെ ഏതെങ്കിലും വിരൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ടോ? അതിനകത്ത് കയറണമെങ്കിൽ ഈ വിരലേ പറ്റുള്ളൂ. അപ്പൊ ചില അവയവങ്ങൾക്ക് എല്ലാ അവയവങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള ഉപയോഗമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഈ ഡാൻസ് കളിക്കുന്നവരൊക്കെ എത്രയോ മുദ്രകൾ ഈ വിരൽ കൊണ്ട് കാണിക്കുന്നുണ്ട്. കഥകളിയൊക്കെ കണ്ടിട്ടില്ലേ? ഓരോ മുദ്രകൾ കാണിക്കുന്നത് ആ ഓരോ വിരലുകൾ വെച്ചിട്ടല്ലേ? നമ്മളും കാണിക്കാറില്ലേ? നമുക്ക് വെള്ളം വേണമെന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മള് ഇങ്ങനെ കാണിക്കുക, ഇങ്ങനെ കാണിക്കുക. Can I get a cup of water? അതാ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ കാണിക്കരുത്, അത് വേറെ വെള്ളമാ. അപ്പൊ ഓരോന്നിനും ഓരോ മുദ്രകളുണ്ട്. നമ്മളെ വിരലുകളാണെങ്കിലും നമ്മൾ വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഇതിന് കൊടുത്തില്ലെങ്കിലും എല്ലാ അവയവങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇനിയും അദൃശ്യമായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരുപാട് അവയവങ്ങളുണ്ട്. ബലം കുറഞ്ഞ അവയവങ്ങള്. നമ്മുടെ കണ്ണ് എന്തെങ്കിലും ബലമുള്ളതാണോ? ഹൃദയം, അകത്തിരിക്കുന്ന സാധനങ്ങള്, കരള്. നമ്മുടെ കരൾ എങ്ങനെ ഇരിക്കുമെന്ന് നമുക്ക് അറിയത്തില്ല. പക്ഷെ നമ്മള് ബീഫൊക്കെ വാങ്ങിക്കുന്നുണ്ട്, ലിവർ ഫ്രൈക്ക് വേണ്ടിയിട്ട് വാങ്ങിക്കാറുണ്ട് അല്ലേ? ലിവർ ഒന്ന് തൊട്ട് നോക്കിയിട്ടുണ്ടല്ലോ എല്ലാവരും. എന്ത് ബലമുണ്ട് അതിന്? പക്ഷെ സംഭവം അവിടെ ഇല്ലെങ്കിലോ, കരളിന്റെ ഫങ്ഷൻസ് നടന്നില്ലെങ്കിൽ മനുഷ്യൻ ജീവിക്കുവോ? സ്തോത്രം. അപ്പോൾ ഈ അവയവങ്ങളെല്ലാം തന്നെ ശരീരത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമുള്ള കാര്യങ്ങളാണ്. ഇനിയും സഭയോടുള്ള ബന്ധത്തിൽ പറയട്ടെ, കഴിവുള്ള ഏത് സാധാരണക്കാരും സഭയുടെ പ്രവർത്തനത്തിന് ഒഴിച്ചുകൂടുവാൻ പറ്റാത്ത ആളുകളാണ്. നമുക്ക് ആരെയും മാറ്റി നിർത്തുവാൻ തക്കവണ്ണം കഴിയത്തില്ല. എല്ലാവർക്കും കഴിവുകൾ ദൈവം കൊടുത്തിട്ടുണ്ട്, ഒന്നല്ലെങ്കിൽ മറ്റൊന്ന്. അതുകൊണ്ട് ഒരു വ്യക്തിക്കും കഴിവില്ല എന്ന് പറയുവാൻ തക്കവണ്ണം കഴിയുകയില്ല. എല്ലാവർക്കും ദൈവം കഴിവുകളെ കൊടുത്തിട്ടുണ്ട്. അവരൊക്കെയും സഭയുടെ പ്രവർത്തനത്തിന് ഒഴിച്ചുകൂടുവാൻ തക്കവണ്ണം പാടില്ലാത്തവരാണ്. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ഉണ്ട് ദൈവസഭയിൽ. 23-24 വേദഭാഗങ്ങൾ. ശരീരത്തിൽ മാനം കുറഞ്ഞവ എന്ന് തോന്നുന്നവയ്ക്ക് നാം അധികം മാനം അണിയിക്കുന്നു. നമ്മിൽ അഴകു കുറഞ്ഞവയ്ക്ക് അധികം അഴകു വരുത്തുന്നു. നമ്മിൽ അഴകുള്ള അവയവങ്ങൾക്ക് അത് ആവശ്യമില്ലല്ലോ. ശരീരത്തിൽ മാനം കുറഞ്ഞവ എന്ന് തോന്നുന്നവയ്ക്ക് നാം അധികം മാനം കൊടുക്കുന്നു, അല്ലെങ്കിൽ അധികം മാനം അണിയിക്കുന്നു. നമ്മിൽ അഴക് കുറഞ്ഞവയ്ക്ക് അധികം അഴക് വരുത്തുന്നു. നമ്മിൽ അഴകുള്ള അവയവങ്ങൾക്ക് അത് ആവശ്യമില്ലല്ലോ. ശരീരത്തിൽ മാനം കുറഞ്ഞവയെന്ന് തോന്നുന്നവയ്ക്ക്, നമ്മൾ ചിന്തിക്കുന്നത് സഭയിലെ വൈവിധ്യത്തിന്റെ ഏകത്വം തെളിയിക്കുവാൻ തക്കവണ്ണം അപ്പോസ്തലനായ പൗലോസ് 4 ന്യായങ്ങൾ പറയുന്നു. അതിൽ 4ാമത്തെ ന്യായം, ശരീരത്തിലെ ബലം കുറഞ്ഞ അവയവങ്ങളും മാനം കുറഞ്ഞ അവയവങ്ങളും ശരീരത്തിന്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്. 4ാമത്തെ ന്യായം, ബലം കുറഞ്ഞ അവയവങ്ങളും മാനം കുറഞ്ഞ അവയവങ്ങളും ശരീരത്തിന്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്. ശരീരത്തിൽ മാനം കുറഞ്ഞവ എന്ന് തോന്നുന്നവയ്ക്ക്, ഇത് നഗ്നത വെളിവാക്കുന്ന ലൈംഗിക അവയവങ്ങളാണ് എന്ന് ചിലർ വ്യാഖ്യാനിക്കുന്നു. അവരങ്ങനെ വ്യാഖ്യാനിക്കുന്നതിൽ തെറ്റുമില്ല.
അവയെ കൂടുതൽ മറയ്ക്കുവാൻ തക്കവണ്ണം നാം ശ്രദ്ധിക്കുന്നു. എന്നാൽ നാം മറയ്ക്കാത്ത അവയവങ്ങളുമുണ്ട്. ഇതിൽ അഴക് കുറഞ്ഞവയെ കൂടുതൽ അഴകുള്ളവയാക്കുവാൻ തക്കവണ്ണം നാം ശ്രമിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ സഭയിലെ ബലഹീനത, അങ്ങനെയുള്ള അംഗങ്ങൾ അവരെ അവഗണിക്കാതെ വണ്ണം പ്രത്യേകം കരുതേണ്ടത് ആവശ്യമാണ്. അവരെല്ലാം ബലഹീനരാണെന്നും പറഞ്ഞിട്ട് നമ്മൾ മാറ്റി നിർത്തുവാൻ തക്കവണ്ണം പാടില്ല. ഒന്നല്ലെങ്കിൽ മറ്റൊരു ക്വാളിറ്റി അവരിൽ ദൈവം കൊടുത്തിട്ടുണ്ട്. സ്തോത്രം. അവരെ ഒന്നും അവഗണിക്കാതെ വണ്ണം ദൈവസഭ അവരെ പ്രത്യേകം കരുതേണ്ടത് ആവശ്യമാണ്. സ്തോത്രം. നമ്മൾ റോമാലേഖനത്തിൽ പഠിച്ച 2 വേദഭാഗങ്ങൾ അതോടുള്ള ബന്ധത്തിൽ ഒന്ന് കാണിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു. 14-ാം അധ്യായം, റോമൻസ് ചാപ്റ്റർ 14 വേഴ്സ് 1. സംശയ വിചാരങ്ങളെ വിധിക്കാതെ വിശ്വാസത്തിൽ ബലഹീനനായവനെ ചേർത്തുകൊള്ളുവീൻ. സംശയ വിചാരങ്ങളെ വിധിക്കാതെ വിശ്വാസത്തിൽ ബലഹീനനായവനെ ചേർത്തുകൊള്ളുവീൻ. അവനെ തള്ളിക്കളയരുത്. വിശ്വാസത്തിൽ ബലഹീനനായവനെ തള്ളിക്കളയരുത്, അവനെ ചേർത്തുകൊള്ളുവീൻ. വിശ്വാസത്തിൽ ബലഹീനനായവനെ തള്ളിക്കളഞ്ഞാൽ അവൻ എന്നേക്കുമായിട്ട് തള്ളപ്പെട്ടു പോകും. അതുകൊണ്ട് അവനെ ചേർത്ത് നിർത്തേണ്ടത് ആവശ്യമാണ്. രണ്ടാമതായിട്ട് റോമർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം, റോമൻസ് ചാപ്റ്റർ 15 വേഴ്സ് 1. എന്നാൽ ശക്തരായ നാം അശക്തരുടെ ബലഹീനതകളെ ചുമക്കുകയും നമ്മിൽ തന്നെ പ്രസാദിക്കാതിരിക്കുകയും വേണം. സ്തോത്രം. എന്നാൽ ശക്തരായ നാം അശക്തരുടെ ബലഹീനതകളെ ചുമക്കുകയും നമ്മിൽ തന്നെ പ്രസാദിക്കാതിരിക്കുകയും വേണം. ശക്തരായ നാം അശക്തരുടെ ബലഹീനതകളെ ചുമക്കണം. ദൈവത്തിന് സ്തോത്രം. ഈ വേദഭാഗങ്ങൾ നമ്മൾ ചിന്തിച്ചതാണല്ലോ റോമലേഖനത്തിൽ. മടങ്ങി വരുന്നു 25-ാം വാക്യത്തിലേക്ക്. ശരീരത്തിൽ ഭിന്നത വരാതെ അവയവങ്ങൾ അന്യോന്യം ഒരുപോലെ കരുതേണ്ടതിനായി ദൈവം കുറവുള്ളതിന് അധികം മാനം കൊടുത്തുകൊണ്ട് ശരീരത്തെ കൂട്ടിച്ചേർത്തിരിക്കുന്നു. സ്തോത്രം. ശരീരത്തിൽ ഭിന്നത വരാതെ അവയവങ്ങൾ അന്യോന്യം ഒരുപോലെ കരുതേണ്ടതിനായി ദൈവം കുറവുള്ളതിന് അധികം മാനം കൊടുത്തുകൊണ്ട് ശരീരത്തെ കൂട്ടിച്ചേർത്തിരിക്കുന്നു. ശരീരത്തിലെ വിവിധ അവയവങ്ങൾ അന്യോന്യം യോജിച്ച് പ്രവർത്തിക്കത്തക്കവണ്ണമാണ് ദൈവം നമ്മുടെ ശരീരത്തിന്റെ ഘടന ഉണ്ടാക്കിയിരിക്കുന്നത്. യോജിച്ച് പ്രവർത്തിച്ചേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഈ ശരീരം ശരീരമായിട്ട് നിലനിൽക്കുകയില്ല. എല്ലാ അവയവങ്ങളും, ശരീരത്തിലെ എല്ലാ അവയവങ്ങളും യോജിച്ച് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഈ ശരീരം നിലനിൽക്കുകയുള്ളൂ. ദൈവം അങ്ങനെ ആ ശരീരത്തിന്റെ ഘടന ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്കറിയാമല്ലോ, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ വിവിധ കൃപാവരങ്ങളോട് കൂടിയുള്ള സഭാ അംഗങ്ങൾ അന്യോന്യം കരുതി പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ബാധ്യസ്ഥരാണ്. ദൈവം ഓരോരുത്തർക്ക് ഓരോ കൃപാവരങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവർ ഓരോരുത്തരും തമ്മിൽ തമ്മിൽ കരുതി പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ദൈവസഭയിൽ ബാധ്യസ്ഥരാണ്. എനിക്ക് ഈ കൃപാവരമുണ്ട്, ഞാൻ ആ കൃപാവരം കൊണ്ട് എന്റെ വഴിക്ക് അങ്ങ് പോവാം. വേറൊരാൾക്ക് വേറൊരു കൃപാവരമുണ്ട്, ഞാനും എന്റെ വഴിയെ, അങ്ങനെ പറയുവാൻ തക്കവണ്ണം ദൈവസഭയിൽ വ്യവസ്ഥയില്ല. എല്ലാവരും തമ്മിൽ തമ്മിൽ യോജിച്ച് പ്രവർത്തിക്കുവാൻ തക്കവണ്ണം, ഹല്ലേലൂയ, ശരീരത്തിലെ അവയവങ്ങൾ യോജിച്ച് പ്രവർത്തിക്കത്തക്കവണ്ണം ദൈവം ശരീരത്തിന്റെ ഘടന ഉണ്ടാക്കിയിരിക്കുന്നത് പോലെ തന്നെയാണ് ദൈവസഭയെയും ദൈവം കാണുന്നത്. നല്ല എക്സാമ്പിൾ ആണ് അപ്പോസ്തലനായ പൗലോസ്, ഹല്ലേലൂയ, മനുഷ്യ ശരീരവുമായിട്ട് ദൈവസഭയെ ബന്ധിപ്പിക്കുന്നത്. സ്തോത്രം. 26-ാം വാക്യം. അതിനാൽ ഒരു അവയവം കഷ്ടം അനുഭവിക്കുന്നുവെങ്കിൽ അവയവങ്ങൾ ഒക്കെയും കൂടെ കഷ്ടം അനുഭവിക്കുന്നുവെന്ന് അവയവത്തിന് മാനം വന്നാൽ അവയവങ്ങൾ ഒക്കെയും കൂടെ സന്തോഷിക്കുന്നു. അതിനാൽ ഒരവയവം
കഷ്ടം അനുഭവിക്കുന്നുവെങ്കിൽ അവയവങ്ങളൊക്കെയും കൂടെ കഷ്ടം അനുഭവിക്കുന്നു. ഒരവയവത്തിന് മാനം വന്നാൽ അവയവങ്ങളൊക്കെയും കൂടെ സന്തോഷിക്കുന്നു. അതിനാൽ ഒരവയവം കഷ്ടം അനുഭവിക്കുന്നുവെങ്കിൽ അവയവങ്ങളൊക്കെയും കൂടെ കഷ്ടം അനുഭവിക്കുന്നു. നമുക്കറിയാം, ശരീരത്തിലെ അവയവങ്ങളെല്ലാം ഞരമ്പുകളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഒരവയവവും സ്റ്റാൻഡ് അലോൺ ആയിട്ട് നിൽക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരവയവത്തിനുണ്ടാകുന്ന വേദന മറ്റെല്ലാ അവയവങ്ങളെയും ബാധിക്കും. നമ്മുടെ കാലില് ഒരു മുള്ളു കയറിയാല്, നമ്മുടെ ഉപ്പൂറ്റിക്ക് നല്ല ഒരു മുള്ളു കയറിയെന്ന് വിചാരിക്കും, എന്തുമായിരിക്കും ശരീരത്തിന്റെ റിയാക്ഷൻ? മുഴു ശരീരവും റെസ്പോണ്ട് ചെയ്യത്തില്ലേ? ആദ്യം റെസ്പോണ്ട് ചെയ്യുന്ന ആരാ? വായായിരിക്കും ആദ്യം റെസ്പോണ്ട് ചെയ്ത്. അയ്യോ അല്ലെ ഒരു പറച്ചില് പറയും. ആ സമയത്ത് തന്നെ കണ്ണങ്ങ് അടയ്ക്കും, വേദന സഹിക്കാൻ വയ്യാതെ. ശരീരം മുഴുവനായിട്ട് അങ്ങ് വളയും താഴോട്ട്. മുള്ളുകൊണ്ട കാൽ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് പൊങ്ങും. മറ്റേ കാൽ ശരീരത്തിന്റെ മുഴുവൻ ഭാരവും വഹിക്കും. ഇടത്തെ കാലയിൽ ആ മുള്ളു കയറിയതെങ്കിൽ വലത്തെ കൈ താഴോട്ട് പോവും മുള്ളെടുക്കാൻ. വലത്തെ കൈ ആണെങ്കിൽ ഇടത്തെ കൈയും, വലത്തെ കാലാണെങ്കിൽ ഇടത്തെ കൈയും പോവും മുള്ളൂരി മാറ്റാൻ. ഒരു കാല് മറ്റേ കാലിനോട് പറയാ, കുറെ നാളായിട്ട് നിനക്ക് കുറച്ച് അഹങ്കാരം ഉണ്ടായിരുന്നു, ആവശ്യമാണെന്ന് കാല് പറയോ? ആ സമയത്ത് മറ്റേ കാല് എന്താ ചെയ്യുന്നത്? രണ്ട് കാല് വഹിക്കേണ്ട ഭാരം ഒറ്റക്കാല് വഹിക്കും. സ്തോത്രം. അതിനാൽ ഒരു അവയവം കഷ്ടം അനുഭവിക്കുന്നുവെങ്കിൽ അവയവങ്ങളൊക്കെയും കൂടെ കഷ്ടം അനുഭവിക്കുന്നു. വീണ്ടും വായിക്കുന്നു, ഒരവയവത്തിന് മാനം വന്നാൽ അവയവങ്ങളൊക്കെയും കൂടെ സന്തോഷിക്കുന്നു. ഈ മിസ് വേൾഡും മിസ് യൂണിവേഴ്സും ഒക്കെ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന പെൺകുട്ടികള് അവരുടെ തലയിൽ ആ കിരീടം അങ്ങോട്ട് വെച്ചു കൊടുക്കുമ്പം അവരിലുള്ള മുഴുവൻ ആളത്വവും മാനിക്കപ്പെടുക ചെയ്യുന്നത്. അത് ശരീരത്തിലെ എല്ലാ അവയവങ്ങൾക്കും സന്തോഷമാ, അഭിമാനമാ. അവര് വായ് കൊണ്ട് സന്തോഷിക്കുന്നത് കണ്ടിട്ടില്ലേ? ശബ്ദം ഉണ്ടാക്കുന്നത്. അവരുടെ കണ്ണുകളൊക്കെ തിളങ്ങും, കരങ്ങളൊക്കെ മുകളിലോട്ട് ഉയർത്തും, അല്ലേ? അപ്പോൾ ഇവിടെ നാം വായിക്കുന്നു, ഒരു അവയവത്തിന് മാനം വന്നാൽ അവയവങ്ങളൊക്കെയും കൂടെ സന്തോഷിക്കുന്നു. തലയിൽ ആ കിരീടം അങ്ങോട്ട് വെച്ചു കൊടുക്കുന്നുണ്ട്, ശരീരത്തിലുള്ള എല്ലാ അവയവങ്ങളും ഒരുമിച്ച് സന്തോഷിക്കുന്നെന്ന്. അതുപോലെ തന്നെ കഷ്ടം അനുഭവിക്കുമ്പോഴും അവയവങ്ങളൊക്കെയും കൂടെ കഷ്ടം അനുഭവിക്കുന്നു. ദൈവസഭയെ ഇതുമായിട്ട് കമ്പയർ ചെയ്യുക. സഭയിലെ ഒരംഗത്തിന്റെ നന്മ അല്ലെങ്കിൽ കഷ്ടത സഭയെ പൊതുവായി ബാധിക്കേണ്ടതാണ്. സഭയിലെ ഒരംഗത്തിന് കൃപാവരം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് സഭ മുഴുവനും സന്തോഷിക്കുവാൻ വക നൽകുന്നതാണ്. ഒരു വ്യക്തിക്ക് കൃപാവരം ദൈവം ദാനമായിട്ട് കൊടുക്കുമ്പോൾ എന്റെ സഹോദരൻ അല്ലെങ്കിൽ സഹോദരിക്ക് ആ കൃപാവരം ദൈവം കൊടുത്തു എന്ന് പറഞ്ഞ് നാം സന്തോഷിക്കേണ്ടതാണെന്ന്. ദൈവത്തിന് സ്തോത്രം. നിരുത്സാഹപ്പെടുത്തുകയോ
മറ്റാളുകളോട് ചീത്ത പറഞ്ഞിട്ട് നടക്കുകയൊന്നുമല്ല. ശരീരത്തെ അപ്പോസ്തലനായ പൗലോസ് ദൈവസഭയോട് ഇവിടെ ഉപമിച്ചിരിക്കുക. അതിന്റെ 3-ാം ഭാഗത്തിലേക്ക് നമ്മൾ കടക്കുന്നു. 27 മുതൽ 31 വരെയുള്ള വേദഭാഗങ്ങൾ ശുശ്രൂഷക വൃന്ദവും കൃപാവരങ്ങളും. 27-ാമത്തെ വാക്യം. എന്നാൽ നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരവും ഓരോരുത്തൻ വെവ്വേറായി അവയവങ്ങളും ആകുന്നു. എന്നാൽ നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരവും ഓരോരുത്തൻ വെവ്വേറെയായി അവയവങ്ങളുമാകുന്നു. കൊരിന്ത് സഭ മൊത്തത്തിൽ ഈ വചനപ്രകാരമാണ് നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ നിലനിൽക്കേണ്ടത്. കൊരിന്ത് സഭ മാത്രമല്ല, എല്ലാ സഭകളും. നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരവും ഓരോരുത്തൻ വെവ്വേറെയായി അവയവങ്ങളുമാകുന്നു. 28-ാം വാക്യം. ദൈവം സഭയിൽ ഒന്നാമത് അപ്പോസ്തലന്മാർ, രണ്ടാമത് പ്രവാചകന്മാർ, മൂന്നാമത് ഉപദേഷ്ടാക്കന്മാർ, ഇങ്ങനെ ഓരോരുത്തരെ നിയമിക്കുകയും പിന്നെ വീര്യപ്രവർത്തികൾ, രോഗശാന്തികളുടെ വരം, സഹായം ചെയ്യുവാനുള്ള വരം, പരിപാലന വരം, വിവിധ ഭാഷാവരം എന്നിവ നൽകുകയും ചെയ്തു. സ്തോത്രം. ദൈവം സഭയിൽ ഒന്നാമത് അപ്പോസ്തലന്മാർ, രണ്ടാമത് പ്രവാചകന്മാർ, മൂന്നാമത് ഉപദേഷ്ടാക്കന്മാർ, ഇങ്ങനെ ഓരോരുത്തരെ നിയമിക്കുകയും പിന്നെ വീര്യപ്രവർത്തികൾ, രോഗശാന്തികളുടെ വരം, സഹായം ചെയ്യുവാനുള്ള വരം, പരിപാലന വരം, വിവിധ ഭാഷാവരം എന്നിവ നൽകുകയും ചെയ്തു. ഈ വാക്യത്തിൽ വിവിധ ശുശ്രൂഷക്കാരെ കുറിച്ചും കൃപാവരങ്ങളെ കുറിച്ചും പ്രതിപാദിച്ചിരിക്കുന്നു. ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് അപ്പോസ്തലന്മാരെ കുറിച്ചാണ്. ദൈവം സഭയിൽ ഒന്നാമത് അപ്പോസ്തലന്മാരെ നിയമിച്ചു. ഇന്ന് ഈ രാത്രികാലം നമ്മൾ അപ്പോസ്തലന്മാരുടെ കാര്യം മാത്രമാണ് ചിന്തിക്കുന്നത്. അതിനുള്ള സമയമേ നമ്മുടെ മുൻപിലുണ്ട്. അപ്പോസ്തലോസ്, APOSTALOS, അപ്പോസ്തോലോസ് എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ് അപ്പോസ്തലൻ എന്ന വാക്കിന്റെ ഉത്ഭവം. ഈ വാക്കിന് പ്രതിനിധിയായി അയക്കപ്പെട്ടവൻ, സന്ദേശവാഹകൻ എന്നീ അർത്ഥങ്ങളുണ്ട്. പ്രതിനിധിയായി അയക്കപ്പെട്ടവൻ അല്ലെങ്കിൽ സന്ദേശവാഹകൻ എന്നീ അർത്ഥങ്ങൾ ഈ വാക്കിനുണ്ട്. ഈ അർത്ഥത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ അപ്പോസ്തലൻ എന്ന് വിളിക്കുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം, ഹീബ്രൂസ് ചാപ്റ്റർ 3 വേഴ്സ് 1. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവേൻ. സ്തോത്രം. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുവീൻ. അപ്പോൾ പ്രതിനിധിയായിട്ട് അയക്കപ്പെട്ടവൻ, അല്ലെ സന്ദേശവാഹകൻ എന്ന അർത്ഥത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ അപ്പോസ്തലൻ എന്ന് സംബോധന ചെയ്യുന്നു. അപ്പോസ്തലന്മാരെ കുറിച്ച് ചില കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുവാനായി പോകുന്നത്. ഇനിയും അപ്പോസ്തലനെ കർത്താവ് നേരിട്ട് നിയമിച്ചു. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം, എഫെഷ്യൻസ് ചാപ്റ്റർ 4 വേഴ്സ് 11. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. സ്തോത്രം. അവൻ ആര്? കർത്താവായ യേശു ക്രിസ്തു ചിലരെ പ്രവാചകന്മാരായും ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. നമ്മൾ 5-fold മിനിസ്ട്രിയെ കുറിച്ച് പറയുന്ന വാക്യമാണല്ലോ ഇത്. രണ്ടാമതൊരു വേദഭാഗം കൂടി വായിച്ചിട്ട് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം
അതിന്റെ 1-ാമത്തെ വാക്യം. ഗലേഷ്യൻസ് ചാപ്റ്റർ 1 വേഴ്സ് 1. മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യനാലുമല്ല, യേശുക്രിസ്തുവിനാലും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച പിതാവായ ദൈവത്താലും അത്രേ അപ്പോസ്തലനായ ഈ പൗലോസും കൂടെയുള്ള സകല സൗരന്മാരും ഗലാത്യ സഭയ്ക്ക് എഴുതുന്നത്. ഇവിടെ നാം വായിക്കുന്നു, മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യനാലുമല്ല, യേശു ക്രിസ്തുവിനാലും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച പിതാവായ ദൈവത്താലും അത്രേ അപ്പോസ്തലനായ പൗലോസും കൂടെയുള്ള സകല സഹോദരന്മാരും ഗലാത്യ സഭകൾക്ക് എഴുതുന്നത്. ഇവരെ യേശു ക്രിസ്തു നിയമിച്ചു. അടുത്തതായിട്ട് യൂദയ്ക്ക് പകരമായിട്ട് മത്യാസിനെ തിരഞ്ഞെടുക്കുമ്പോൾ തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തി കർത്താവിനെ കണ്ടിരിക്കണം എന്നൊരു വ്യവസ്ഥ വെക്കുന്നതായിട്ട് നാം കാണുന്നു. അപ്പോസ്തലന്മാർ പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 21-22 വേദഭാഗങ്ങൾ. ആകയാൽ കർത്താവായ യേശു യോഹന്നാന്റെ സ്നാനം മുതൽ നമ്മെ വിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ നമ്മുടെ ഇടയിൽ സഞ്ചരിച്ചു പോന്ന കാലത്തെല്ലാം ഞങ്ങളോടുകൂടെ നടന്ന പുരുഷന്മാരിൽ ഒരുത്തൻ ഞങ്ങളോടുകൂടെ അവന്റെ പുനരുദ്ധാനത്തിന് സാക്ഷിയായി തീരണം. സ്തോത്രം. ആക്ട്സ് ചാപ്റ്റർ 1 വേഴ്സ് 21 and 22. ആകയാൽ കർത്താവായ യേശു യോഹന്നാന്റെ സ്നാനം മുതൽ നമ്മെ വിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ നമ്മുടെ ഇടയിൽ സഞ്ചരിച്ചു പോന്ന കാലത്തെല്ലാം ഞങ്ങളോടുകൂടെ നടന്ന പുരുഷന്മാരിൽ ഒരുത്തൻ തങ്ങളോട് കൂടെ അവന്റെ പുനരുത്ഥാനത്തിന് സാക്ഷിയായി തീരണം. തങ്ങളുടെ കൂടെ നടന്നവനും യേശുവിന്റെ പുനരുത്ഥാനത്തിന് സാക്ഷിയായി തീർന്നവനുമായിരിക്കണം മത്യാസിന് യൂദയ്ക്ക് പകരമായിട്ട് തിരഞ്ഞെടുക്കപ്പെടേണ്ടത് എന്ന ഒരു ക്ലോസ് അവിടെ അപ്പോസ്തലന്മാർ വെക്കുന്നതായിട്ട് നാം കാണുന്നു. അപ്പോൾ യേശുവിന്റെ സ്വർഗാരോഹണ ശേഷം അവന്റെ ശിഷ്യനായി തീർന്ന പൗലോസിന്റെ കാര്യമോ? കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 9-ാം അധ്യായം അതിന്റെ 1-2 വേദഭാഗങ്ങൾ. 1 Corinthians chapter 9 verse 1 and 2. ഞാൻ സ്വതന്ത്രൻ അല്ലയോ, ഞാൻ അപ്പോസ്തലൻ അല്ലയോ, നമ്മുടെ കർത്താവിൽ ഞാൻ ചെയ്ത പ്രവൃത്തിയുടെ ഫലം നിങ്ങൾ അല്ലയോ. സ്തോത്രം. നമ്മൾ പഠിച്ച വേദഭാഗമാണല്ലോ. അപ്പോസ്തലനായ പൗലോസ് ചോദിക്കുകയാണ്, ഞാൻ അപ്പോസ്തലനല്ലയോ? നമ്മുടെ കർത്താവായ യേശുവിനെ ഞാൻ കണ്ടിട്ടില്ലയോ? കർത്താവിൽ ഞാൻ ചെയ്ത പ്രവൃത്തിയുടെ ഫലം നിങ്ങളല്ലയോ? മറ്റുള്ളവർക്ക് ഞാൻ അപ്പോസ്തലൻ അല്ലെന്ന് വരികിൽ എങ്ങനെയെങ്കിലും നിങ്ങൾക്കാകുന്നു. കാരണം കർത്താവിൽ എന്റെ അപ്പോസ്തലത്വത്തിന്റെ മുദ്ര നിങ്ങളാ. ഞാൻ അപ്പോസ്തലനാണെന്നതിന്റെ വ്യക്തമായ ഉദാഹരണം എന്ന് പറയുന്നത് നിങ്ങളാണ്. രണ്ടാമതൊരു വേദഭാഗം കൂടി വായിച്ചിട്ട് 1 Corinthians chapter 15 verse 8. 1 കൊരിന്ത്യർ 15-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം. എല്ലാവർക്കും ഒടുവിൽ അകാല പ്രജ പോലെയുള്ള എനിക്കും പ്രത്യക്ഷനായി. സ്തോത്രം. എല്ലാവർക്കും ഒടുവിൽ അകാല പ്രജ പോലെയുള്ള എനിക്കും പ്രത്യക്ഷനായി. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു അപ്പോസ്തലനായ പൗലോസിന് നേരിട്ട് പ്രത്യക്ഷനായവനാ. കർത്താവ് നേരിട്ട് അപ്പോസ്തലനായിട്ട് നിയമിച്ചവനാണ് പൗലോസ്. ദൈവത്തിന് സ്തോത്രം. വീണ്ടും മുൻപോട്ട് പോകുന്നു. 12 വരെ ഉദ്ദേശിച്ചാണ് ആദ്യം അപ്പോസ്തലന്മാർ എന്ന് പറഞ്ഞിരുന്നത്. യേശു 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു. ആ 12 വരെ ഉദ്ദേശിച്ചാണ് ആദ്യം അപ്പോസ്തലന്മാർ എന്ന് പറഞ്ഞിരുന്നത്. മത്തായിയുടെ സുവിശേഷം എടുത്തായിട്ട് 10-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം. മാത്യു ചാപ്റ്റർ 10 വേഴ്സ് 2. 12 അപ്പോസ്തലന്മാരുടെ പേരാവിത്. ഒന്നാമൻ പത്രോസ് എന്ന പേരുള്ള ശിമോൻ. 12 അപ്പോസ്തലന്മാരുടെ പേരാവിത്. അപ്പോൾ 12 വരെ ഉദ്ദേശിച്ചാണ് ആദ്യം അപ്പോസ്തലന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നത് ബൈബിളിൽ.
ലൂക്കോസിന്റെ സുവിശേഷം കൂടെ എടുത്താട്ട് 6-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം. ലൂക്ക് ചാപ്റ്റർ 6 വേഴ്സ് 13. നേരം വെളുത്തപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുക്ക വിളിച്ചു. അവരിൽ 12 പേരെ തിരഞ്ഞെടുത്തു. അവർക്ക് അപ്പോസ്തലന്മാർ എന്നും പേർ വിളിച്ചു. സ്തോത്രം. യേശു 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു. അവർക്ക് അപ്പോസ്തലന്മാർ എന്ന് പേർ വിളിച്ചു. പിന്നീട് പെന്തക്കോസ്തിന് ശേഷം അവരെ സഭയുടെ അപ്പോസ്തലന്മാരായിട്ട് നിയമിച്ചു. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം. എഫിഷ്യൻസ് ചാപ്റ്റർ 4 വേഴ്സ് 11 നമ്മൾ കുറച്ച് മുമ്പ് വായിച്ചത്. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. അവൻ ചിലരെ അപ്പോസ്തലന്മാരായിട്ട് നിയമിച്ചു. പെന്തക്കോസ്തിന് ശേഷം അവരെ സഭയുടെ അപ്പോസ്തലന്മാരായിട്ട് യേശു നിയമിച്ചു. ഇനിയും സഭയുടെ അപ്പോസ്തലന്മാരായിട്ട് മറ്റു ചിലരുടെ പേരുകൾ കൂടി പറഞ്ഞിട്ടുണ്ട് ബൈബിളിൽ. ഒന്നാമതായിട്ട് ബർന്നബാസ്. പ്രവർത്തികളുടെ പുസ്തകം 14-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം. ആക്ട്സ് ചാപ്റ്റർ 14 വേഴ്സ് 14. ഇത് അപ്പോസ്തലന്മാരായ ബർന്നബാസും പൗലോസും കേട്ടിട്ട് വസ്ത്രം കീറിക്കൊണ്ട് പുരുഷാരത്തിന്റെ ഇടയിലേക്ക് ഓടിച്ചെന്ന് നിലവിളിച്ചു പറഞ്ഞത്. ഇവിടെ നാം വായിക്കുന്നു അപ്പോസ്തലന്മാരായ ബർന്നബാസും പൗലോസും. രണ്ടാമതായിട്ട് യാക്കോബിനെ പറ്റി അപ്പോസ്തലൻ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം. ഗലീഷ്യൻസ് ചാപ്റ്റർ 1 വേഴ്സ് 19. എന്നാൽ കർത്താവിന്റെ സഹോദരനായ യാക്കോബിനെ അല്ലാതെ അപ്പോസ്തലന്മാരിൽ വേറൊരുത്തനെയും കണ്ടില്ല. എന്നാൽ കർത്താവിന്റെ സഹോദരനായ യാക്കോബിനെ അല്ലാതെ അപ്പോസ്തലന്മാരിൽ വേറൊരുത്തനെയും കണ്ടില്ല. യാക്കോബ് അപ്പോസ്തലൻ. മൂന്നാമതായിട്ട് അപ്പെല്ലോസ്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം. 1 Corinthians chapter 4 verse 6. സഹോദരന്മാരെ, ഇത് ഞാൻ നിങ്ങൾ നിമിത്തം എന്നെയും അപ്പൊല്ലോസിനെയും ഉദ്ദേശിച്ചു പറഞ്ഞിരിക്കുന്നത്. എഴുതിയിരിക്കുന്നതിനപ്പുറം ഭാവിക്കാതിരിപ്പാൻ ഞങ്ങളുടെ ദൃഷ്ടാന്തം കണ്ടു പഠിക്കേണ്ടതിനും ആരും ഒരുത്തിന് അനുകൂലമായും മറ്റൊരുവിന് പ്രതികൂലമായും ചീർത്തു പോകാതിരിക്കേണ്ടതിനും തന്നെ. സ്തോത്രം. ഞാൻ നട്ടു, അപ്പൊല്ലോസ് നനച്ചു, ദൈവം അത്രേ വളരുമാറാക്കിയത്. ഏതാണ് ആ ഭാഗം? ഏതാ വായിച്ചത്? 1 Corinthians chapter 4 ആണോ? 3 verse 5. ഓക്കെ, ക്ഷമിക്കണം, ചാപ്റ്റർ 3 വേഴ്സ് 6 നമ്മൾ പഠിച്ച വേദഭാഗമാണല്ലോ അത്. ഞാൻ നട്ടു, അപ്പൊല്ലോസ് നനച്ചു, ദൈവം അത്രേ വളരുമാറാക്കിയത്. ഞാൻ നട്ടു, അപ്പൊല്ലോസ് നനച്ചു, ദൈവം അത്രേ വളരുമാറാക്കിയത്. അതിന്റെ 9-ാമത്തെ വാക്യവും. ഞങ്ങൾ ദൈവത്തിന്റെ കൂട്ടുവേലക്കാർ, നിങ്ങൾ ദൈവത്തിന്റെ കൃഷി, ദൈവത്തിന്റെ ഗൃഹനിർമ്മാണം. ഞങ്ങൾ ദൈവത്തിന്റെ കൂട്ടുവേലക്കാർ. 4-മതായിട്ട് സ്വിലനോസിനെയും തിമോത്തിയോസിനെയും അപ്പോസ്തലന്മാരുടെ ഗണത്തിലെണ്ണി. 1 തെസ്സലോനിക്കർ 2-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം. 1 Thessalonians chapter 2 verse 6. ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാർ എന്ന അവസ്ഥയ്ക്ക് ഘനത്തോടെ ഇരുപ്പാൻ കഴിവുണ്ടായിട്ടും ഞങ്ങൾ മനുഷ്യരോട്, നിങ്ങളോടാകട്ടെ മറ്റുള്ളവരോടാകട്ടെ മാനം അന്വേഷിച്ചിട്ടില്ല. സ്തോത്രം. ഇവിടെ നാം വായിക്കുന്നു, ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാർ എന്ന അവസ്ഥയ്ക്ക് ഘനത്തോടെ ഇരിപ്പാൻ കഴിവുണ്ടായിട്ടും ഞങ്ങൾ, അതായത് 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, പൗലോസ്, സിലനോസ്, തിമോത്തിയോസ്, ഞങ്ങൾ മനുഷ്യരോട്, നിങ്ങളോടാകട്ടെ മറ്റുള്ളവരോടാകട്ടെ മാനം അന്വേഷിച്ചില്ല. അപ്പോൾ ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാർ എന്നവരെയും സംബോധന ചെയ്തിരിക്കുന്നു. 5-മതായിട്ട് അന്ത്രോനീക്കോസ് യൂനിയാവ്. റോമർക്ക് എഴുതിയ ലേഖനം 16-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം. റോമൻസ് ചാപ്റ്റർ 16 വേഴ്സ് 7. എന്റെ ചാർച്ചക്കാരും സഹബദ്ധന്മാരുമായ അന്ത്രോനിക്കോസിനും യൂനിയാവിനും വന്ദനം ചൊല്ലുവിൻ. അവർ അപ്പോസ്തലന്മാരുടെ ഇടയിൽ പേർ കൊണ്ടവരും എനിക്ക് മുമ്പേ ക്രിസ്തുവിൽ വിശ്വസിച്ചവരും ആകുന്നു.
അവർ അപ്പോസ്തലന്മാരുടെ ഇടയിൽ പേർ കൊണ്ടവർ. ആര്? അന്ത്രോനിക്കോസും യൂനിയാവും. അപ്പോൾ സഭയുടെ അപ്പോസ്തലന്മാരായിട്ട് മറ്റു ചിലരുടെ പേരുകളും ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ പറഞ്ഞ പേരുകളെല്ലാം തന്നെ അപ്പോസ്തലന്മാരുടെ ഗണത്തിൽ എണ്ണപ്പെട്ടവരാണ്. സ്തോത്രം. ഇനിയും സഭയുടെ തത്വങ്ങൾ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കുമാണ് വെളിപ്പെട്ടത്. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 2 മുതൽ 6 വരെയുള്ള വേദഭാഗങ്ങൾ. സമയത്തിന്റെ പരിമിതി മുതൽ 5-ാമത്തെ വാക്യം വായിച്ച എഫെസ്യൻസ് ചാപ്റ്റർ 3 വേഴ്സ് 5. ആ മർമ്മം ഇപ്പോൾ അവന്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ പൂർവ്വകാലങ്ങളിൽ മനുഷ്യർക്ക് അറിവായി വന്നിരുന്നില്ല. സ്തോത്രം. ആ മർമ്മം ഇപ്പോൾ അവന്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിൽ വെളിപ്പെട്ടതുപോലെ പൂർവ്വകാലങ്ങളിൽ മനുഷ്യർക്ക് അറിയായി വന്നിരുന്നില്ല. ഈ പുതിയ നിയമ സത്യങ്ങൾ, കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള മർമ്മങ്ങൾ അവന്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിൽ വെളിപ്പെട്ടതുപോലെ പൂർവ്വകാലങ്ങളിൽ മനുഷ്യർക്ക് അറിയായി വന്നിരുന്നില്ല. ഇത് സഭയുടെ തത്വങ്ങൾ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കുമാണ് വെളിപ്പെട്ടത്. ഇനിയും അപ്പോസ്തല കാലത്ത് തന്നെ ആത്മനിശ്വസ്തതയാൽ അവർ അത് രേഖയാക്കി. അത് രേഖയാക്കിയില്ലായിരുന്നെങ്കിൽ നമുക്കിത് കിട്ടുമായിരുന്നോ? ഇത് അപ്പോസ്തലന്മാരുടെ കാലത്ത് തന്നെ രേഖയാക്കി. ദൈവത്തിന്റെ വചനമായിട്ട് നമ്മുടെ കരങ്ങളിലേക്ക് അത് ലഭിച്ചു. ദൈവത്തിന് സ്തോത്രം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 14-ാം അധ്യായം അതിന്റെ 37-ാമത്തെ വാക്യം. 1 Corinthians chapter 14 verse 37. താൻ പ്രവാചകൻ എന്നോ ആത്മീകൻ എന്നോ ഒരുത്തിന് തോന്നുന്നുവെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത് കർത്താവിന്റെ കൽപ്പനയാകുന്നുവെന്ന് അവൻ അറിഞ്ഞുകൊള്ളട്ടെ. താൻ പ്രവാചകനെന്നോ ആത്മികനെന്നോ ഒരുത്തിന് തോന്നുന്നുവെങ്കിൽ, ശ്രദ്ധയോടെ കേൾക്കുക, നമ്മൾ ഓരോരുത്തരും അപ്രകാരമൊക്കെ ചിന്തിക്കുന്നവരാ ആത്മീകരാണെന്ന്. ഒരുത്തൻ പ്രവാചകനെന്നോ ആത്മികനെന്നോ തോന്നുന്നുവെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത്, അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭയോട് പറയുന്നു, ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത് കർത്താവിന്റെ കൽപ്പനയാകുന്നുവെന്ന് അവൻ അറിഞ്ഞുകൊള്ളട്ടെ. സ്തോത്രം. അതിനെ ഖണ്ഡിക്കുവാൻ തക്കവണ്ണമല്ല ഞാൻ ഈ എഴുതുന്നത് കർത്താവിന്റെ കൽപ്പനയാണെന്ന് അവൻ അറിഞ്ഞുകൊള്ളട്ടെ. അവൻ ആത്മീയനാണെന്ന് തോന്നുന്നുണ്ടാകാം, പക്ഷേ ഞാൻ എഴുതിയ കാര്യം കർത്താവിന്റെ കൽപ്പനയാണെന്ന് അവൻ അറിഞ്ഞുകൊള്ളട്ടെ. രണ്ടാമതൊരു വേദഭാഗം കൂടി, പത്രോസ് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം അതിന്റെ 20-21 വേദഭാഗങ്ങൾ. 2 Peter chapter 1 verse 20 and 21. തിരുവെഴുത്തിലെ പ്രവചനം ഒന്നും സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവാകുന്നതല്ല എന്ന് ആദ്യം തന്നെ അറിഞ്ഞുകൊള്ളണം. പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല, ദൈവകൽപ്പനയാൽ മനുഷ്യരിൽ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചതത്രേ. സ്തോത്രം. തിരുവെഴുത്തിലെ പ്രവചനമൊന്നും സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവായതല്ല എന്ന് ആദ്യം തന്നെ അറിഞ്ഞുകൊള്ളണം. പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല, ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചതത്രേ. ദൈവം അവർക്കാ ഇത് വെളിപ്പെടുത്തിയത്. ആദിമ നൂറ്റാണ്ടിൽ ജീവിച്ച അപ്പോസ്തലന്മാർക്കാണ് ദൈവം ഈ വെളിപ്പാട് കൊടുത്തത്. 2 വേദഭാഗങ്ങളിലൂടെ പറയാം, സമയത്തിന്റെ പരിമിതി മൂലം നിങ്ങൾക്ക് നോട്ട് ചെയ്യാം. 2 Peter chapter 3 verse 15, Revelation chapter 1 verse 10 and 11, വെളിപ്പാട് 1-ാം അധ്യായം അതിന്റെ 10-11 വേദഭാഗങ്ങൾ. ദൈവത്തിന് സ്തോത്രം. ഇനി മുൻപോട്ട് പോകുന്നു. സഭയുടെ ഭരണം, സഭയുടെ ശിക്ഷാക്രമം എന്നിവയിൽ മറ്റെല്ലാവരെക്കാട്ടിലും അധികാരം ഈ അപ്പോസ്തലന്മാർക്കായിരുന്നു. സഭയുടെ ഭരണം, സഭയുടെ ശിക്ഷാക്രമം എന്നീ കാര്യങ്ങളിൽ മറ്റെല്ലാവരെക്കാളും അധികാരം ഇവർക്കായിരുന്നു. പ്രവൃത്തികളുടെ പുസ്തകം 5-ാം അധ്യായം
അതിന്റെ 3 മുതൽ 5 വരെയുള്ള വേദഭാഗങ്ങൾ. ആക്ട്സ് ചാപ്റ്റർ 5 വേഴ്സ് 3 to 5. അപ്പോൾ പത്രോസ്, അനന്യാസെ, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും നിലത്തിന്റെ വിലയിൽ കുറെ എടുത്തു വയ്പാനും സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയതെന്ത്? അത് വിൽക്കും മുമ്പേ നിന്റേതായിരുന്നില്ലയോ? വിറ്റ് ശേഷവും നിന്റെ കൈവശം അല്ലാഞ്ഞുവോ? ഈ കാര്യത്തിന് നീ മനസ്സ് വെച്ചതെന്ത്? മനുഷ്യരോടല്ല, ദൈവത്തോടത്രേ നീ വ്യാജം കാണിച്ചത് എന്ന് പറഞ്ഞു. ഈ വാക്ക് കേട്ടിട്ട് അനന്യാസ് വീണ് പ്രാണനെ വിട്ടു. ഇത് കേട്ടവർക്ക് എല്ലാവർക്കും മഹാഭയം ഉണ്ടായി. സ്തോത്രം. അപ്പോൾ പത്രോസിന്റെ മുൻപിൽ വന്ന് വ്യാജം കാണിച്ച അനന്യാസിന് തന്റെ പ്രാണൻ നഷ്ടപ്പെട്ടതായിട്ട് കാണുന്നു. രണ്ടാമതായിട്ട് പ്രവൃത്തികളുടെ പുസ്തകം 8-ാം അധ്യായം അതിന്റെ 20 മുതൽ 23 വരെയുള്ള വേദഭാഗങ്ങൾ. ആക്ട്സ് ചാപ്റ്റർ 8 വേഴ്സ് 20 to 23. പത്രോസ് അവനോട്, ദൈവത്തിന്റെ ദാനം പണത്തിന് വാങ്ങിക്കൊള്ളാം എന്ന് നീ നിരൂപിക്കൊണ്ട് നിന്റെ പണം നിന്നോടുകൂടെ നശിച്ചു പോകട്ടെ. നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ നേരുള്ളതല്ലായതുകൊണ്ട് ഈ കാര്യത്തിൽ നിനക്ക് പങ്കും ഓഹരിയുമില്ല. നീ ഈ വഷളത്വം വിട്ട് മാനസാന്തരപ്പെട്ട് കർത്താവിനോട് പ്രാർത്ഥിക്ക. പക്ഷേ നിന്റെ ഹൃദയത്തിലെ നിരൂപണം ക്ഷമിച്ചു കിട്ടുമായിരിക്കും. നീ കൈപ്പുള്ള പകയിലും അനീതിയുടെ ബന്ധനത്തിലും അകപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. സ്തോത്രം. ഇവിടെ ദ്രവ്യം കൊടുത്തിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ തക്കവണ്ണം ശ്രമിച്ച ശിമോനെ പത്രോസ് ശാസിക്കുന്നതായിട്ട് നാം കാണുന്നു. മൂന്നാമതായിട്ട് ഒരു വേദഭാഗം കൂടെ വായിച്ചിട്ട് മുൻപോട്ട് പോകാം. 13-ാം അധ്യായം പ്രവൃത്തികളുടെ പുസ്തകം തന്നെ 13-ാം അധ്യായം അതിന്റെ 9 മുതൽ 12 വരെയുള്ള വേദഭാഗങ്ങൾ വേഗത്തിൽ വായിച്ചിട്ട്. ആക്ട്സ് ചാപ്റ്റർ 13 വേഴ്സ് 9 to 12. അപ്പോൾ പൗലോസ് എന്നു പേരുള്ള ശൗൽ പരിശുദ്ധാത്മ പൂർണ്ണനായി അവനെ ഉറ്റുനോക്കി, ഹേ സകല കപടവും സകല ധൂർത്തും നിറഞ്ഞവനെ, പിശാചിന്റെ മകനെ, സർവനീതിയുടെയും ശത്രുവേ, കർത്താവിന്റെ നേർവഴികളെ മറിച്ചു കളയുന്നത് നീ മതിയാക്കുകയില്ലയോ? ഇപ്പോൾ കർത്താവിന്റെ കൈ നിന്റെ മേൽ വീഴും. നീ ഒരു സമയത്തേക്ക് സൂര്യനെ കാണാതെ കുരുടനായിരിക്കും എന്ന് പറഞ്ഞു. ഉടനെ ഒരു തിമിരവും ഇരുട്ടും അവന്റെ മേൽ വീണു. കൈപിടിച്ച് നടത്തുന്നവരെ തിരിഞ്ഞുകൊണ്ട് അവൻ തപ്പി നടന്നു. ഈ ഉണ്ടായത് ദേശാധിപതി കണ്ടിട്ട് കർത്താവിന്റെ ഉപദേശത്തിൽ വിസ്മയിച്ച് വിശ്വസിച്ചു. സ്തോത്രം. ഇവിടെ ബർന്നബാസിനോടും ശൗലിനോടും എതിർക്കുവാൻ തക്കവണ്ണം ശ്രമിച്ച ബർയേശു എന്ന കള്ളപ്രവാചകന്റെ കാഴ്ച നഷ്ടപ്പെടുന്നതായിട്ട് കാണുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ദൈവസഭയുടെ ഭരണം, അവിടുത്തെ ശിക്ഷാക്രമം എന്നിവയിൽ മറ്റെല്ലാവരെക്കാളും അധികാരം അപ്പോസ്തലന്മാർക്ക് ഉണ്ടായിരുന്നു. അടുത്തത്, ഒരേ സമയം ഒന്നിലധികം വരം ഇവർക്കുണ്ടായിരുന്നു. ഒന്നാമത്തേത്, അത്ഭുത വരങ്ങൾ ഇവർക്ക് ദൈവം ദാനമായിട്ട് കൊടുത്തു. 2 കൊരിന്ത്യർ 12-ാം അധ്യായം 12-ാം വാക്യം. 2 Corinthians chapter 12 verse 12. അപ്പോസ്തലന്റെ ലക്ഷണങ്ങൾ പൂർണ്ണ സഹിഷ്ണുതയിലും അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വീര്യപ്രവർത്തികളാലും നിങ്ങളുടെ ഇടയിൽ വെളിപ്പെട്ടു വന്നുവല്ലോ. സ്തോത്രം. അപ്പോസ്തലന്റെ ലക്ഷണങ്ങൾ പൂർണ്ണ സഹിഷ്ണുതയിലും അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവൃത്തികളാലും നിങ്ങളുടെ ഇടയിൽ വെളിപ്പെട്ടു വന്നുവല്ലോ. രണ്ടാമത്തേത്, രോഗശാന്തി വരം ഇവർക്ക് ദൈവം ദാനമായി കൊടുത്തു. പ്രവൃത്തികളുടെ പുസ്തകം 9-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം. ആക്ട്സ് ചാപ്റ്റർ 19 verse 12. അവന്റെ മേന്മയിൽ നിന്ന് റൂമാലും ഉത്തരീയവും രോഗികളുടെ മേൽ കൊണ്ടുവന്നിടുകയും വ്യാധികൾ അവരെ വിട്ടുമാറുകയും ദുരാത്മാക്കൾ പുറപ്പെടുകയും ചെയ്തു. വ്യാധികളും ദുരാത്മാക്കളും വിട്ടുപോയതായിട്ട് നാം കാണുന്നു. രോഗശാന്തി വരം അവർക്ക് ദൈവം കൊടുത്തു. മൂന്നാമതായിട്ട്, അവർ മരിച്ചവരെ ഉയർപ്പിച്ചു. പ്രവൃത്തികളുടെ പുസ്തകം 20-ാം അധ്യായം അതിന്റെ 7 മുതൽ 12 വരെയുള്ള വേദഭാഗങ്ങൾ. ആക്ട്സ് ചാപ്റ്റർ 20 verse 7 to 12. ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസത്തിൽ ഞങ്ങൾ അപ്പം നുറുക്കുവാൻ കൂടി വന്നപ്പോൾ പൗലോസ് പിറ്റേന്നാൾ പുറപ്പെടുവാൻ ഭാവിച്ചതുകൊണ്ട് അവരോട് സംഭാഷിച്ചു പാതിര വരെയും പ്രസംഗം നീട്ടി. ഞങ്ങൾ കൂടിയിരുന്ന മാളികയിൽ വളരെ വിളക്ക് ഉണ്ടായിരുന്നു. അവിടെ യൂത്തിക്കോസ് എന്ന യൗവനക്കാരൻ കിളിവാതിൽക്കൽ ഇരുന്ന് ഗാഢനിദ്ര പിടിച്ചു. പൗലോസ് വളരെ നേരം സംഭാഷിക്കയാൽ നിദ്രാവശനായി 3-ാം തട്ടിൽ നിന്നും താഴെ വീണു. അവനെ മരിച്ചവനായി എടുത്തുകൊണ്ടുവന്നു. പൗലോസ് ഇറങ്ങിച്ചെന്ന് അവന്റെ മേൽ വീണ് തഴുകി, ഭ്രമിക്കേണ്ട, അവന്റെ പ്രാണൻ അവനിൽ ഉണ്ട് എന്ന് പറഞ്ഞു.
പിന്നെ അവൻ കയറി ചെന്ന് അപ്പം നുറുക്കി തിന്നു. പുലരുവോളം സംഭാഷിച്ചു പുറപ്പെട്ടു പോയി. അവൻ ആ ബാലനെ ജീവനുള്ളവനായി കൊണ്ടുവന്ന് അത്യന്തം ആശ്വസിച്ചു. സ്തോത്രം. ഇവിടെ യൂത്തിക്കോസിനെ ഉയർപ്പിക്കുന്നതായിട്ട് നാം കാണുന്നു. ഹല്ലേലൂയ. നാലാമതായിട്ട് പ്രസംഗകന്റെയും ഉപദേഷ്ടാവിന്റെയും വരം ദൈവം അവർക്ക് കൊടുത്തു. തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം. 2 Timothy chapter 1 verse 11. ആ സുവിശേഷത്തിന് ഞാൻ പ്രസംഗിയും അപ്പോസ്തലനും ഉപദേഷ്ടാവുമായി നിയമിക്കപ്പെട്ടിരിക്കുന്നു. സ്തോത്രം. ആ സുവിശേഷത്തിന് ഞാൻ പ്രസംഗിയും അപ്പോസ്തലനും ഉപദേഷ്ടാവുമായി നിയമിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പ്രസംഗകന്റെയും ഉപദേഷ്ടാവിന്റെയും വരവും ദൈവം അവർക്ക് കൊടുത്തിരുന്നു. അപ്പോൾ ഒരേ സമയം ഒന്നിലധികം വരം അപ്പോസ്തലന്മാർക്ക് ഉണ്ടായിരുന്നു. അവസാനമായിട്ട് ഒരു വേദഭാഗം കൂടെ വായിക്കാം. യൂദയുടെ ലേഖനം 17-ാം വാക്യം. ജൂഡ് വേഴ്സ് 17. നിങ്ങളോ പ്രിയരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാർ മുൻ പറഞ്ഞ വാക്കുകളെ ഓർപ്പീൻ. നിങ്ങളോ പ്രിയരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാർ മുൻ പറഞ്ഞ വാക്കുകളെ ഓർപ്പീൻ. ശ്രദ്ധയോടെ ഈ വാക്യം വായിക്കാം. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന്റെ ഒരു രത്നച്ചുരുക്കം ഈ വാക്യത്തിലുണ്ട്. ശ്രദ്ധയോടെ വായിക്കുക. നിങ്ങളോ പ്രിയരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാർ മുൻ പറഞ്ഞ വാക്കുകളെ ഓർപ്പീൻ. അപ്പോസ്തലന്മാർ മുൻ പറഞ്ഞ വാക്കുകളെ ഓർപ്പീൻ എന്ന് പറഞ്ഞിരിക്കുന്നതിനാൽ അവർ എന്നും ഉണ്ടായിരിക്കുകയില്ല എന്ന് വ്യക്തമാണ്. ശ്രദ്ധയോടെ കേൾക്കുക. അപ്പോസ്തലന്മാർ മുൻ പറഞ്ഞ വാക്കുകളെ ഓർപ്പീൻ എന്ന് പറഞ്ഞിരിക്കുന്നതിനാൽ അവർ എന്നും ഉണ്ടായിരിക്കുകയില്ല എന്ന് വ്യക്തമാണ്. അവർ ഇന്നും ഉണ്ടെങ്കിൽ അപ്പോസ്തല കാലം എന്നൊരു പ്രത്യേക കാലഘട്ടത്തെ പറ്റി ചിന്തിക്കുവാൻ തക്കവണ്ണം നമുക്ക് കഴിയുമായിരുന്നില്ല. അവരിന്നും ഉണ്ടായിരുന്നെങ്കിൽ നമുക്കറിയാം, അപ്പോസ്തല കാലം ആദിമ നൂറ്റാണ്ടിൽ അപ്പോസ്തല കാലം എന്നൊരു കാലഘട്ടത്തെക്കുറിച്ച്, ഒരു പ്രത്യേക കാലഘട്ടത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ തക്കവണ്ണം നമുക്ക് കഴിയുമായിരുന്നില്ല. അവരുടെ ലക്ഷ്യം നിറവേറി കഴിഞ്ഞതിനാൽ ആ അർത്ഥത്തിൽ ഇന്ന് അപ്പോസ്തലന്മാരില്ല. ശ്രദ്ധയോടെ കേൾക്കുക. ദൈവം അവർക്കൊരു ലക്ഷ്യം കൊടുത്തിരുന്നു. ആ ലക്ഷ്യം നിറവേറി കഴിഞ്ഞതിനാൽ ആ അർത്ഥത്തിൽ ഇന്ന് അപ്പോസ്തലന്മാരില്ല. എന്നാൽ ദൈവത്താൽ അയക്കപ്പെട്ട മിഷണറി എന്ന അർത്ഥത്തിൽ അപ്പോസ്തലന്മാർ ഇന്നുമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവം കൊടുത്ത വെളിപ്പാട് രേഖയാക്കി ദൈവവചനത്തിൽ കൂടി നമുക്ക് നൽകി തന്ന അപ്പോസ്തലന്മാർ അപ്പോസ്തല കാലത്തുണ്ടായിരുന്നു. ഹല്ലേലൂയ. അപ്പോസ്തല കാലം എന്ന് നാം അതിനെ വിളിച്ചു. ഇവിടെ നാം യൂദയുടെ ലേഖനത്തിൽ വായിക്കുന്നു, അപ്പോസ്തലന്മാർ മുൻ പറഞ്ഞ വാക്കുകളെ ഓർപ്പീൻ. അങ്ങനെ പറഞ്ഞിരിക്കുന്നതിനാൽ അവരിന്നും ഉണ്ടായിരിക്കില്ല എന്ന് വ്യക്തമാണ്. എന്നാൽ ദൈവത്താൽ അയക്കപ്പെട്ട മിഷണറി എന്ന അർത്ഥത്തിൽ അപ്പോസ്തലന്മാർ ഇന്നുമുണ്ട്. ആ അർത്ഥത്തിൽ ദൈവത്തിന് സ്തോത്രം. നമ്മൾ ചിന്തിച്ചത് അതിന്റെ ഒരു അവസാനത്തെ വാക്യം മാത്രമേ, അവസാന വാക്യത്തില് ആദ്യത്തെ ഭാഗം മാത്രമാണ് നമ്മൾ ചിന്തിച്ചത്. ഹല്ലേലൂയ. അപ്പോസ്തലന്മാരെ കുറിച്ച്. ഹല്ലേലൂയ. അടുത്ത ക്ലാസ്സുകളിൽ ഹല്ലേലൂയ അതിന്റെ കണ്ടിന്യൂവേഷൻ നമുക്ക് ഹല്ലേലൂയ ചിന്തിപ്പാൻ തക്കണം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവം സഭയിൽ ഒന്നാമത് അപ്പോസ്തലന്മാരെ നിയമിച്ചു, രണ്ടാമത് പ്രവാചകന്മാരെ നിയമിച്ചു, മൂന്നാമത് ഉപദേഷ്ടാക്കന്മാരെ, ഇങ്ങനെ ഓരോരുത്തരെ നിയമിക്കുകയും പിന്നെ വീര്യപ്രവർത്തികൾ, രോഗശാന്തികളുടെ വരം, സഹായം ചെയ്യുവാനുള്ള വരം, പരിപാലന വരം, വിവിധ ഭാഷാവരം എന്നിവ നൽകുകയും ചെയ്തു. ആദ്യത്തെ
ഹല്ലേലൂയ. അപ്പോസ്തലന്മാരെ കുറിച്ചാണ് നമ്മൾ ഈ രാത്രികാലം ചിന്തിച്ചത്. തുടർന്നുള്ള ഭാഗങ്ങൾ ദൈവം അനുവദിച്ചാൽ അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യുവാൻ എന്തൊക്കെയാണ് ആഗ്രഹിക്കുന്നു. കേട്ട വചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഹല്ലേലൂയ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.